പണ്ട് മയ്യഴിയിൽ കുഞ്ഞുമാണിക്യം എന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. സൗന്ദര്യത്തിൽ അവളെ തോൽപ്പിക്കാൻ മയ്യഴിയിൽ വേറെ പെണ്ണുങ്ങളില്ലായിരുന്നു. പണ്ടവും കസവും അണിഞ്ഞ് അവൾ പുറത്തിറങ്ങുമ്പോൾ മയ്യഴിയിലെ പുരുഷന്മാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി. പ്രത്യേകിച്ചും സായിപ്പന്മാർക്ക്. തുറമുഖത്ത് കപ്പലിറങ്ങുന്ന സായിപ്പന്മാർ അവളെ പ്രാപിക്കാൻ നെട്ടോട്ടമായി. എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൽ കുറുമ്പിയമ്മ ദാസന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണിത്. ആ നോവലിലെ കഥ. ആ കാലത്ത് ഒരു തമിഴ് ചെട്ടിയാർ മയ്യഴിയിൽ പട്ടുവിൽക്കുവാനെത്തി. ചട്ടക്കാർക്കും സായിപ്പന്മാരുടെ പത്നികൾക്കും പട്ടുവിറ്റ് അയാൾ ധാരാളം പണം വാരിക്കൂട്ടി. സിൽക്കിന്റെ ഷർട്ടിടുന്ന, കറുത്തു തടിച്ച് ശരീരമുള്ള, കൈവിരലുകൾ എട്ടിലും മോതിരമിടുന്ന അയാളെ മയ്യഴിക്കാർ വൈശ്രവണൻ ചെട്ടിയാർ എന്ന് വിളിച്ചു. ഒരു ദിവസം കുഞ്ഞുമാണിക്യത്തിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ വൈശ്രവണൻ ചെട്ടിയാർ അവളുടെ വീടിന്റെ ഇരികിലെത്തി. കുഞ്ഞുമാണിക്യത്തെ വിളിച്ചു ചോദിച്ചു, കുഞ്ഞുമാണിക്യമേ, ഞാൻ വരട്ടെ എന്ന്. കുഞ്ഞുമാണിക്യം പുറത്തേക്കിറങ്ങി തലയിട്ട് നോക്കി വൈശ്രവണൻ ചെട്ടിയാരോട് പറഞ്ഞു, ഇന്ന് വേണ്ട, ഇന്നിവിടെ ബർണായി സായിബുണ്ട് എന്ന്. പിറ്റേ ദിവസവും കുഞ്ഞുമാണിക്യത്തെ കാണാൻ വേണ്ടി വൈശ്രവണൻ ചെട്ടിയാർ വന്നു. വഴിയരികിൽ നിന്നും വിളിച്ചു ചോദിച്ചു, കുഞ്ഞുമാണിക്യമേ, ഞാൻ വരട്ടെ എന്ന്. അന്നും അതുപോലെ തന്നെ കുഞ്ഞുമാണിക്യം മറുപടി പറഞ്ഞു, ഇന്നിവിടെ അന്തോണി സാഹിബുണ്ട് എന്ന്. നിരാശനായ വൈശ്രവണൻ ചെട്ടിയാർ കുഞ്ഞുമാണിക്യത്തോട് ചോദിച്ചു, നാളെയോ കുഞ്ഞുമാണിക്യമേ എന്ന്. അതിനൊന്നും മറുപടി പറയാതെ വൈശ്രവണൻ ചെട്ടിയാരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ കുഞ്ഞുമാണിക്യം അകത്തേക്ക് കയറിപ്പോയി. പിറ്റേ ദിവസം ഒട്ടനവധി പട്ടുകളുമായി കുഞ്ഞുമാണിക്യത്തെ കാണാൻ തിണ്ണയിലേക്ക് കയറി നിന്നു വൈശ്രവണൻ ചെട്ടിയാർ. തൻ്റെ കയ്യിലുള്ള വില കൂടിയ പട്ടുകൾ ഓരോന്നായി കുഞ്ഞുമാണിക്യത്തിൻ്റെ മുമ്പിൽ അയാൾ നിരത്തിവെച്ചു. കുഞ്ഞുമാണിക്യം അതെല്ലാം അമ്പരപ്പോടെ നോക്കി. എന്നിട്ട് അതിൽ നിന്നും ഒരു വെളുത്ത പട്ടെടുത്ത് തൻ്റെ ദേഹത്ത് വെച്ച് ഭംഗി നോക്കി. ഈ സമയത്ത് തൻ്റെ കീശയിൽ നിന്നും സ്വർണ്ണ ചെയിനുള്ള ഒരു കടികാരമെടുത്ത് വൈശ്രവണൻ ചെട്ടിയാർ അവളുടെ കാൽക്കൽ വെച്ചു. എന്നിട്ട് ചോദിച്ചു, വരട്ടെ എന്ന്. ഇതൊന്നും ശ്രദ്ധിക്കാതെ കുഞ്ഞുമാണിക്യം ആ പട്ടും ഘടികാരവും എടുത്ത് അകത്തേക്ക് പോയി. ഓരോ ദിവസവും കുഞ്ഞുമാണിക്യത്തെ കാണുവാൻ വൈശ്രവണൻ ചെട്ടിയാർ വന്നു. അയാൾ ഓരോന്നായി കാഴ്ചവെച്ചു. അയാൾക്ക് കച്ചവടത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെയായി. കാഞ്ചീപുരത്ത് പോയി അയാൾ പട്ടുകൾ എടുക്കാതെയായി. ചട്ടക്കാരും സായിപ്പന്മാരുടെ ഭക്തികളും പരാതി പറഞ്ഞു. ഓരോ ദിവസം ചെല്ലും തോറും അയാളുടെ കണ്ണുകൾ താഴ്ന്നുപോയി. അയാളുടെ ശരീരം ശോഷിച്ചു വന്നു. അയാളുടെ 8 മോതിരങ്ങൾ ശോഷിച്ച വിരലുകളിൽ നിന്നും ഊർന്നുപോയി. ഒരു ദിവസം കുഞ്ഞുമാണിക്യത്തെ പ്രാപിക്കാൻ കഴിയാതെ വൈശ്രവണൻ ചെട്ടിയാർ അന്ത്യശ്വാസം വലിച്ചു. എന്നും തൊട്ടടുത്തുള്ള ആമ്പൽക്കുളത്തിൽ നീരാടാൻ പോകുന്ന പതിവുണ്ടായിരുന്നു കുഞ്ഞുമാണിക്യത്തിന്. ഒരു ദിവസം കുഞ്ഞുമാണിക്യം ആമ്പൽക്കുളത്തിൽ നീരാടിക്കൊണ്ടിരിക്കവേ തൊട്ടടുത്ത കൈതപ്പൂക്കാട്ടിൽ നിന്നും ഒരു ചൂളം വിളി കേട്ടു. കുഞ്ഞുമാണിക്യം അവിടെ മുഴുവൻ പരതി നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ദിവസവും ഇതുതന്നെ ആവർത്തിച്ചു. എന്നാൽ മൂന്നാമത്തെ ദിവസം ആ കൈതപ്പൂക്കാട്ടിൽ നിന്നും ഒരു സർപ്പം പുറത്തേക്ക് വരികയും അവരുടെ നഗ്നമായ മേനിയുടെ അഴക് കണ്ട് കൊതിച്ചു നിൽക്കുകയും ചെയ്തു. ഭയന്നുപോയ കുഞ്ഞുമാണിക്യം തിരികെ വീട്ടിലേക്ക് പോയി. എന്നാൽ അവൾ വീണ്ടും അവിടെ നീരാടാൻ വന്നില്ല. അതിനുശേഷം ഈ സർപ്പം ഓരോ ദിവസവും കുഞ്ഞുമാണിക്യത്തെ തേടി അവളുടെ വീട്ടിലേക്കെത്തി. ദിവസവും വീട്ടിലേക്ക് വരുന്ന സർപ്പം അവളുടെ സൗന്ദര്യം ആസ്വദിച്ച് അവിടെ നിൽക്കും. ഭയത്താൽ വിറച്ച കുഞ്ഞുമാണിക്യം മലയും കുഞ്ഞിരാമനെ പോയി കണ്ടു. ഈ കാര്യം പറഞ്ഞു. വീടിനു ചുറ്റും കായം കലക്കി ഒഴിക്കുവാൻ മലയൻ കുഞ്ഞിരാമൻ പറഞ്ഞു. കുഞ്ഞുമാണിക്യം വീടിനു ചുറ്റും കായം കലക്കി ഒഴിച്ചു. എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല എന്നല്ലാതെ ഒരു ദിവസം കുഞ്ഞുമാണിക്യത്തെ തേടി ഈ സർപ്പം ഇറയത്തേക്ക് കയറി വരികയും ചെയ്തു. ഭയത്താൽ വിറച്ച കുഞ്ഞുമാണിക്യം വീണ്ടും മലയൻ കുഞ്ഞിരാമനോട് പറഞ്ഞു. കോപത്താൽ വിറച്ച മലയൻ കുഞ്ഞിരാമൻ കുഞ്ഞുമാണിക്യത്തിൻ്റെ വീട്ടിലെത്തി. ബീജാക്ഷരങ്ങൾ ജപിച്ചു, പന്തം കൊളുത്തിവെച്ചു. സർപ്പത്തെ ഓടിക്കുവാനുള്ള പൂജ തുടങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം ഇനി ആരും ഇവിടെ എത്തിപോലും നോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുമാണിക്യത്തിൻ്റെ കയ്യിലിരുന്ന വെള്ളിക്കാശും മേടിച്ച് മലയൻ കുഞ്ഞിരാമൻ പോയി. പിറ്റേ ദിവസം രാവിലെ കുഞ്ഞുമാണിക്യത്തിൻ്റെ വീട്ടിൽ ഒച്ചയും അനക്കവും ഒന്നും ഉണ്ടായിരുന്നില്ല.
ബലിക്കാക്കകൾ കുഞ്ഞുമാണിക്കത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ നന്നാൽ കലവില പറഞ്ഞ് ഒച്ചയുണ്ടാക്കി. കുഞ്ഞുമാണിക്കത്തിന്റെ പട്ടുമെത്തയിൽ കുഞ്ഞുമാണിക്യം നഗ്നയായി മരിച്ചു കിടക്കുകയായിരുന്നു. കുഞ്ഞുമാണിക്യത്തിന്റെ നഗ്നമായ മാറിടത്തിൽ ആ സർപ്പവും കുഞ്ഞുമാണിക്യത്തിന്റെ സൗന്ദര്യം നുകർന്ന് മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ആ സർപ്പം വൈശ്രവണൻ ചെട്ടിയാരാണെന്നാണ് മയ്യഴിക്കാർ ഇന്നും വിശ്വസിച്ചു പോകുന്നത്. നമസ്കാരം.